ഇവിടെ ഇനി അനുരഞ്ജനം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകണം. ആ ഭാഷ എന്താണെന്ന് ഞങ്ങളുടെ സിനഡ് പിതാക്കന്മാർക്ക് അറിയില്ല. അനുരഞ്ജനത്തിന്റെ ഭാഷ അവർക്ക് അറിയില്ല, ചർച്ചയുടെ ഭാഷ അവർക്ക് അറിയില്ല. അവർ ഏതാണ്ട് മധ്യയുഗങ്ങളിലെ മതവിചാരണ കോടതിക്ക് തുല്യമായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതില് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കോടതി അനുസരിച്ച് പോവുക. കാരണം കാനോനിക നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ബോസ്കോ പോത്തൂർ പിതാവ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ചാർജ് എടുത്തിട്ട് 1 വർഷമായി. അദ്ദേഹം ചാർജ് എടുത്ത് 1 വർഷമായപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഒരു രൂപത ഭരിക്കണമെങ്കിൽ കാനോനിക നിയമം അനുസരിച്ച് കാനോനിക സമിതികൾ വേണം, വൈദിക സമിതി വേണം, ആലോചന സമിതി വേണം, പാസ്റ്റർ കൗൺസിൽ വേണം, ഫിനാൻസ് കൗൺസിൽ വേണം. ഈ കാനോനിക സമിതികൾ ഒന്നും വിളിച്ചു കൂട്ടാതെ ഏകാധിപത്യ രീതിയിൽ അവർ ചെയ്യുന്നു. അത് കാനോനികമായ വിരുദ്ധമായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു രൂപതാധ്യക്ഷൻ തന്റെ കൂരിയ അംഗങ്ങളെ നിശ്ചയിക്കുമ്പോൾ അത് കൃത്യമായി കാനൻ ലോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ചാൻസലർ വിമർശനത്തിന് അതീതനായ വ്യക്തിയായിരിക്കണം. 14 കേസുകളിൽ പ്രതിയായ ജോഷി പുതുവ എന്നുള്ള അച്ഛനാണ് ചാൻസലർ. അപ്പോ അങ്ങനെയുള്ള വ്യക്തികളെ വെച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ കുർബാന എന്നുള്ള സിനഡൽ തീരുമാനം, ആ സിനഡൽ തീരുമാനത്തിൽ തന്നെ നൈയാമികമായ തെറ്റുകളുണ്ടെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. നടപടിക്രമം പാലിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊന്നും ഉത്തരം നൽകാതെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി കാനോനികമായിട്ട് പോലും ഉള്ള ഒരു കൂരിയല്ല ഇപ്പോൾ അവിടെ ഉള്ളത്. അതുകൊണ്ട് അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററിന്റെയോ കൂരിയ അംഗങ്ങളുടെയോ ഒരു കൽപ്പനകളും ഞങ്ങൾ പാലിക്കേണ്ടതില്ല. അതുമാത്രമല്ല, മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററും പറഞ്ഞത് കുർബാന കാര്യത്തിൽ സിവിൽ കോടതിക്ക് ഇടപെടാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ഓർഡർ എല്ലാം ഞങ്ങൾ സിവിൽ കോടതിയിലേക്ക് വിടും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഓൾറെഡി DGPക്കും പോലീസ് കമ്മീഷണർക്കും ഈ അച്ഛന്മാരുടെ പരാതി ഇപ്പോൾ തന്നെ പോകും. കാരണം പോലീസിന്റെ ഹരസ്മെന്റ് ഇവിടെ ഉണ്ട്. അത് കൃത്യമായിട്ട് ഒരു ഹരസ്മെന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന്റെ കളിയാണോ മെത്രാന്മാരുടെ കളിയാണോ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. പ്രതിഷേധം പറഞ്ഞല്ലോ, ACP കൃത്യമായിട്ട് പറഞ്ഞു, ഈ സർക്കാർ എറണാകുളം അതിരൂപതയ്ക്ക് എതിരാണെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അത് ഇവിടെ കേട്ട ഒത്തിരി പേര് ഇവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാർ ഞങ്ങളുടെ പക്ഷത്ത്, അല്ലെങ്കിൽ ഓക്കെ ഈ സർക്കാരിന്റെ പക്ഷത്ത് ഞങ്ങളും അല്ല, ഓക്കെ. അപ്പൊ അതാണ് ബാക്കി കാര്യങ്ങൾ ലീഗലായിട്ട് തന്നെ ഞങ്ങൾ മൂവ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. കാരണം ഇവിടെ ഒരു സിവിൽ കോടതി ഉണ്ടല്ലോ. കാനോനിക കോടതികളെ സിവിൽ കോടതി അംഗീകരിക്കുന്നത് അതിൽ ന്യായവും യുക്തിയും ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ന്യായയുക്തിയില്ലാത്ത കാര്യം കാനോനിക നിയമങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് സിവിൽ കോടതിയെ സമീപിക്കാം. അല്ല, ബിഷപ്സ് ഹൗസിന് ഇനിയിപ്പോൾ സമ്മതിക്കായോ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഈ പൊതുജനത്തോട് പൊതുസമൂഹത്തോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ അതിരൂപതയാണ്, ഈ അതിരൂപതയുടെ മക്കളാണ്, ഇത് ഞങ്ങളുടെ മാതൃ ദേവാലയമാണ്, അപ്പുറത്ത് എടുക്കുന്ന മാതൃഭവനമാണ്. അവിടെ ഞങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന ഒരിടത്തിലാണെങ്കിൽ അത് ഇവിടുത്തെ 450 വൈദികരും 6 ലക്ഷം എന്ന വിശ്വാസികളും ഫർദറായിട്ട് ചിന്തിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രതിഷേധം പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഹയർ ലെവലിലേക്കൊക്കെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവര് തീരുമാനിച്ചിരിക്കുന്ന കാര്യം എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇവർക്ക് ഒരു അറസ്റ്റ് വാറന്റ് ഇല്ല. അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊള്ളാൻ പറഞ്ഞു, അതുപോലും ചെയ്യുന്നില്ല. അപ്പൊ ഇതൊരു നാടകമാണ്. ഇപ്പൊ കാണുന്ന പോലീസ് ആക്ഷൻ ഒരു നാടകമായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു ബുദ്ധിയും ബോധമുള്ളവർക്ക് മനസ്സിലാവുമല്ലോ. പരിക്കേറ്റിട്ടുണ്ട്. രാജൻ പുന്നക്കലച്ചന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പൊ ലിസി ആശുപത്രിയിൽ നിന്നും ഡോക്ടർ നഴ്സുമാരും വന്ന് അദ്ദേഹത്തിന്റെ കൈ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. പിന്നെ തളിയനച്ചന് പരിക്കുണ്ട്, പല അച്ഛന്മാർക്കും പരിക്കുണ്ട്. അപ്പോ ഇതിൽ ഒരു പോലീസ് ആക്ഷൻ എന്തിനാണ് ഞങ്ങളുടെ വൈദികരെ ഇങ്ങനെ ചവിട്ടിക്കൂട്ടിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം നന്നായിട്ട് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവുന്ന വൈദികരാണ്. അവരുടെ ഭവനത്തിലിരുന്ന് ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാനായിട്ട് പോലീസിന് എന്താ അധികാരം? അതാണ് ഇനിയുള്ള അവിടുത്തെ നടക്കേണ്ട. ബസിലിക്കയുടെ ഉള്ളിൽ പല കാര്യങ്ങളും നടക്കാനുള്ളതാണ്. അതൊക്കെ ഞങ്ങളുടെ മെത്രാന്മാർക്ക് അറിയാലോ. ഞങ്ങളുടെ മെത്രാന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. ഞങ്ങളുടെ പള്ളികളിലും ഞങ്ങളുടെ വൈദികർ തന്നെ ഇന്ന് രാവിലെ പലരും ബലിയർപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വൈദികർക്ക് എത്തിച്ചേരാൻ. ഈ വെളുപ്പിനാണ് ഈ പോലീസ് ആക്ഷൻ.
അപ്പോൾ കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്തതാണ്. കാരണം വൈദികർക്കൊന്നും സന്നിഹിതരാകാൻ പറ്റില്ല. അവർ അജപാലന ശുശ്രൂഷ, രാവിലെ കുർബാനയുണ്ട്, കാര്യങ്ങളുണ്ട്. അതുപോലെ ഇന്ന് ശനിയാഴ്ചയാണ്, പല ചടങ്ങുകളുമുണ്ട്. പക്ഷേ അതിനൊക്കെ തടസ്സം വരുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ മെത്രാൻ, അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററും ഇവിടുത്തെ പോലീസും ഒക്കെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇനി തുടർന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ കൂട്ടായി തീരുമാനമെടുക്കും. തീർച്ചയായിട്ടും ബസിലിക്കയിലടെ കത്തുള്ള ചടങ്ങുകളെ ബാധിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. കാരണം തീർച്ചയായിട്ടും ഞങ്ങൾ പുറത്ത് ഇന്ന് വൈദികരും ഞങ്ങളുടെ അൽമായരും എല്ലാവരും ഈ ബസിലിക്കയ്ക്ക് ഉണ്ടാവും. ഞങ്ങളുടെ അച്ഛന്മാരെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അവരുടെ ദേഹത്തുള്ള മുറിവ് ഇവിടെയുള്ള ഓരോ വൈദികന്റെയും ഓരോ സന്യസ്തന്റെയും ഓരോ അൽമായിന്റെയും ദേഹത്തുള്ള മുറിവാണ്. അവരുടെ വേദന ഞങ്ങളുടെ വേദനയാണ്. ഞങ്ങൾക്ക് മെത്രാന്മാരെ പോലെ കൈ കഴുകി മാറാൻ പറ്റുകയില്ല. അതാണ് ഞങ്ങളുടെ സ്വന്തം ചോരയാണ് മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ ആ സഹോദരങ്ങളെ ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും ഇന്ന് ഇവിടെ ഉണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ ഞങ്ങൾ ഉപരോധിക്കുന്നൊന്നുമില്ല. അവിടെ പോലീസും ഒക്കെ ഉണ്ടല്ലോ, പോലീസുടെ ഒരു സൈന്യം തന്നെ ഇവിടെയുണ്ട്. പക്ഷേ ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും. ഞങ്ങളുടെ അച്ഛന്മാർക്ക് വേണ്ട സപ്പോർട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കും. അങ്ങനെയില്ല, അച്ഛന്മാര് തീർച്ചയായിട്ടും ബസിലിക്കയുടെ ഉള്ളിലാണ്. അച്ഛന്മാർ അവിടെ തുടർന്ന അല്ലെങ്കിൽ നടത്തിയ പ്രാർത്ഥന യജ്ഞം അവർക്ക് ഈ ബസിലിക്കയിൽ തുടരാൻ പറ്റൂലോ? തീർച്ചയായിട്ടും.